ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ UI ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന പോലുള്ള ഒരു റിഫ്ലക്ഷൻ സ്റ്റൈൽ നമ്മൾ പലപ്പോഴും ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു വലിയൊരു ഡിസൈൻ ട്രെൻഡൊന്നുമല്ല ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ ഒരു റിഫ്ലക്ഷൻ സ്റ്റൈൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും. അപ്പോൾ ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അത്യാവശ്യം ഫിഗ്മയും ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം. ഏതൊരു ലെയറിൻ്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെർട്ടിക്കലായിട്ട് താഴെയായിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താഴെയായിട്ട് കുറച്ച് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിഫ്ലക്ഷൻ സ്റ്റൈൽ ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന പ്രത്യേകത, നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെന്ന് ഇരിക്കുക, റിഫ്ലക്ഷൻ നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ റിഫ്ലക്ഷൻ താഴെയായിട്ട് വരണം. അതിനകത്താണ് കാര്യം. അത് ഫിഗ്മയുടെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഓപ്ഷൻസുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ വളരെ ചെറുതാണ്, വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റിയ കാര്യമാണ്. ഈ ഒരു സ്റ്റൈലിങ് നിങ്ങൾക്ക് മറ്റുള്ള പല സ്ഥലങ്ങളിലും പല അനിമേഷൻ കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്റ്റൈൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമുക്കിഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലക്ഷൻ അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഗ്മ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ടെക്സ്റ്റ് ടൂൾ ടോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ റിഫ്ലക്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, റിഫ്ലക്ഷൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് കുറച്ച് ഫോണ്ട് സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താഴേക്ക് എടുക്കാം. അതിനുശേഷം ഇതിനെ വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്യുക. അതിന് ഷിഫ്റ്റ് V ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ട് ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ട് ടെക്സ്റ്റും കൂടെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഷിഫ്റ്റ് A എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇതിനെ ഒരു ഓട്ടോ ലേഔട്ടാക്കി മാറ്റുന്നു. ഓക്കെ, ഓട്ടോ ലേഔട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇടയ്ക്കുള്ള സ്പേസ് ഇവിടെ നിന്നും ഡയറക്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ വന്നിട്ട് സെറ്റിങ്സിൽ നിന്നും ഇതുപോലെ ഇടയ്ക്കുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ സ്പേസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം ഇതിനോട് ചേർന്ന് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്പേസിലേക്ക് കൊണ്ടു നിർത്തുന്നു. ഓക്കെ, അതിനുശേഷം ഈ താഴത്തെ ടെക്സ്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫിൽ കളറിൽ വന്നിട്ട് അതിനെ നമ്മളൊരു ലീനിയർ ഗ്രേഡിയൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലീനിയർ ഗ്രേഡിയൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഒരു സൈഡിൽ ഡാർക്ക് കളറും ഒരു സൈഡിൽ ഒപ്പാസിറ്റി 0 ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. അപ്പോൾ നമുക്കതിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ച് റിവേഴ്സ് ആയിട്ട് മാറ്റാം. അതിനുശേഷം ഈ ഒരു പ്ലേസ്മെൻറ്റ് ഇത് കണക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആംഗിളും ഓരോ നോഡും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ സ്റ്റൈൽ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ ജോലി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏകദേശം ഇതുപോലെ ഒരു റിഫ്ലക്ഷൻ സ്റ്റൈൽ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം ആ ഒരു ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി ഒരല്പം നമുക്കൊന്ന് കുറച്ച് വെച്ചിരുന്നാൽ കുറച്ചും കൂടി അതിനൊരു മറ്റുള്ള ഏതെങ്കിലും പ്രതലത്തിൽ പോകുമ്പോഴും ആ ഒരു ഷാഡോ കുറച്ചും കൂടെ ഇതായിട്ട് നിൽക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ലെയറിനകത്ത് കുറച്ച് ഒപ്പാസിറ്റിയും കൂടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് കൊടുക്കാം. 100% എന്നുള്ളത് മേ ബി ഒരു 50% ആക്കി ഇട്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ താഴത്തെ കളറുമായിട്ട് കുറച്ചും കൂടെ ബ്ലെൻഡ് ആവും. ഓക്കെ, അപ്പോൾ എനിവേ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അതിൻ്റെ താഴെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, അതിനെ വെർട്ടിക്കലായിട്ട് റൊട്ടേറ്റ് ചെയ്തു, അതിനെ നമ്മൾ ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഷാഡോ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ആ ഒരു ഫ്രെയിമിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടോപ്പിലായിട്ട് ക്രിയേറ്റ് കോമ്പണൻറ്റ് അഥവാ Ctrl+Alt+K കൊടുത്ത് ഇതിനൊരു കോമ്പണൻ്റ് ആക്കാം. കോമ്പണൻ്റ് ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് അതിനൊന്ന് റീനെയിം ചെയ്യുകയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് റീനെയിം ചെയ്തു ആ കോമ്പണൻറ്റിനെ. ഓക്കെ, അടുത്തായിട്ട് ശ്രദ്ധിച്ചോളുക. ഇനി ഇതിന് ശേഷം നിങ്ങൾ ഈ ഒരു കോമ്പണൻ്റ് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ വന്നിട്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നൊരു സെക്ഷനിലായിട്ട് ക്രിയേറ്റ് കോമ്പണൻറ്റ് പ്രോപ്പർട്ടീസിലെ ഈ ഒരു പ്ലസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വേരിയൻസ്, ബൂളിയൻ, ഇൻസ്റ്റൻസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സെക്ഷൻസ് കാണാം. അതിനകത്ത് ടെക്സ്റ്റ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് എന്നുള്ളതിനടുത്ത് വന്നിട്ട് ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതായത് റിഫ്ലക്ഷൻ തന്നെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് രണ്ടിടത്തും അതിൻ്റെ നെയിമും വാല്യൂവും ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ പരിപാടി ആയതുകൊണ്ട് റിഫ്ലക്ഷൻ എന്നൊന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പം റിഫ്ലക്ഷൻ എന്നൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ ഇനിയിപ്പോൾ ചെയ്ത കോമ്പണൻറ്റ് ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു ടെക്സ്റ്റാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, അതിനുശേഷം ഈ രണ്ട് ടെക്സ്റ്റുകളും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതായത് അകത്തുള്ള ഈ രണ്ട് ടെക്സ്റ്റുകളും കൂടെ നമ്മളൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് കോണ്ടൻറ്റിനകത്ത് ടോപ്പിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പോപ്പപ്പ് ഇതുപോലൊരു ഐക്കൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കൊടുത്ത റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ കാണും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് റിഫ്ലക്ഷൻ എന്നൊന്ന് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ആ റിഫ്ലക്ഷൻ ടൈപ്പ് ചെയ്തപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റിഫ്ലക്ഷൻ ടെക്സ്റ്റായിട്ട് ചേഞ്ച് ചെയ്യപ്പെട്ടു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ആ ചേഞ്ച് ചെയ്ത ആ ഒരു ചേഞ്ചിങ് ആണ് ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ ചെയ്ത ഈ ഒരു കോമ്പണൻറ്റ് ഇനി ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് സങ്കല്പിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത്
ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ടെക്സ്റ്റിനകത്ത് ഇനി എന്ത് ടൈപ്പ് ചെയ്താലും അത് അതേപോലെ അതിൻ്റെ ഒരു ഷാഡോ ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. ഇനി ക്യാപ്സ് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സ് ആയിട്ട് വേണമെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി മുതൽ ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു റിഫ്ലക്ഷൻ ഒരു ഷാഡോ വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ വന്ന് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈപ്പ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈമിൽ തന്നെ റിഫ്ലക്ഷനും ക്രിയേറ്റ് ചെയ്ത് പോകാം. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. 1-2 കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. പ്രോപ്പർട്ടിയിൽ നമ്മൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റും അതുപോലെ തന്നെ ആ ഒരു കണ്ടൻറ്റിൻ്റെ ആ ഒരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്കിത് വലിയൊരു അറിവായിരിക്കും. തുടർന്ന് എവിടെ ഇത്തരത്തിലുള്ള ഷാഡോ എഫക്റ്റ് വരുന്നെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ് ഇതൊരു ചെറിയ ട്യൂട്ടോറിയലാണ്, പക്ഷേ വലിയൊരു കാര്യമാണ്. കാരണം ഈ ഒരു പ്രോപ്പർട്ടി പരിപാടി നമുക്ക് നേരത്തെ ഫിഗ്മയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇത് ചെയ്യുന്നതിനുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് വെച്ച് പല കാര്യങ്ങളും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് മാക്സിമം ഫിഗ്മയുടെ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അത് നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മറ്റുള്ള ഡിസൈൻ പർപ്പസിനും ഒരുപാട് ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.